Good morning, my dear children. Today we are discussing the lecture of the chapter Electromagnetic Induction. We have already discussed some questions in our previous class. Let's start the new questions. First question is, the current in the secondary coil of a transformer is 1 ampere and that in the primary is 0.5 ampere. Then what type of transformer is this? Secondary coil 1 ampere ആണ് നമ്മുടെ കറണ്ട്. പ്രൈമറി കോയിലിൽ എത്രയായിരുന്നു? 0.5 ആംപിയർ ആയിരുന്നു. എങ്കിൽ അവിടെ ഏത് ട്രാൻസ്ഫോമർ ആയിരിക്കും അത്? ഏത് പ്രൈമറിയിലും സെക്കൻഡറിയിലും കറണ്ട് പറഞ്ഞു. പ്രൈമറിയിൽ കുറവാണല്ലേ സെക്കൻഡറിനെക്കാട്ടിലും. സോ ഇറ്റ്സ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. കറണ്ട് പ്രൈമറിയിൽ കുറവും സെക്കൻഡറിയിൽ കൂടുതലും ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ട്രാൻസ്ഫോമറാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. സിമിലർലി വോൾട്ടേജ് ആയിരുന്നെങ്കിൽ സെക്കൻഡറിയിൽ കുറവും പ്രൈമറിയിൽ കൂടുതലും ആയിരിക്കും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ. ഇഫ് 200 volt is available in the secondary coil of this transformer, what is the voltage in the primary? Secondary കോയിലിൽ 200 വോൾട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പ്രൈമറിയിൽ എത്ര വോൾട്ടേജ് ആയിരിക്കും അവൈലബിൾ ആവുക? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? യെസ്, വി ഹാവ് ആൻ ഇക്വേഷൻ. IP/IS ഇസ് ഈക്വൽ ടു VS/VP. അതായത് പ്രൈമറിയിലെ കറണ്ട് ഡിവൈഡഡ് ബൈ സെക്കൻഡറിയിലെ കറണ്ട് ഈക്വൽ ടു വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻ പ്രൈമറി. അപ്പോൾ നമുക്ക് വോൾട്ടേജ് പ്രൈമറിയിലെ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ VP ഈസ് ഈക്വൽ ടു VS ഇൻറ്റു IS ഡിവൈഡഡ് ബൈ IP, ദാറ്റ് ഇസ് 400 വോൾട്ട്. നമുക്ക് ആൻസർ കിട്ടും. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പൽ ഓഫ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ ഏതാണെന്ന് നമുക്കറിയാം അല്ലേ? ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പൽ ഓഫ് ട്രാൻസ്ഫോമർ. What is mutual induction? Consider two coils of wire kept side by side. When the strength of direction of the current in one coil changes, the magnetic flux around it changes. As a result, an EMF is induced in the secondary coil. This phenomenon is the mutual induction. രണ്ട് കോയിൽസ് വെച്ചിരിക്കുകയാണ്. അതിൽ ഒരു കോയിലിൻ്റെ കറണ്ടിലോ ഡയറക്ഷനിൽ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് കാരണം സെക്കൻഡറി കോയിൽ എന്താണ്? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ആ പ്രിൻസിപ്പൽ യൂസ് ചെയ്തിട്ടാണ് എന്ത് നമ്മുടെ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. എ ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പൽ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. നെക്സ്റ്റ് ഈസ്, ഇൻ കണക്ഷൻ വിത്ത് ദ വർക്കിംഗ് ഓഫ് മൈക്രോഫോൺ എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. അറേഞ്ച് ദം ഇൻ ദ പ്രോപ്പർ സീക്വൻസ്. നമുക്ക് മൈക്രോഫോണിൻ്റെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ കറക്റ്റ് ഓർഡറിലല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓർഡർ: വോയിസ് കോയിൽ വൈബ്രേറ്റ്സ്, ഡയഫ്രം വൈബ്രേറ്റ്സ്, ഇലക്ട്രിക് സിഗ്നൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ വോയിസ് കോയിൽ, സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കറക്റ്റ് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് വരിക? Sound is produced, diaphragm vibrates, voice coil vibrates, electrical signals are produced in the voice coil. That is the correct order of the principal working of microphone. ആദ്യം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ സൗണ്ട് എന്ത് ചെയ്യാണ്? ഡയഫ്രത്തെ വൈബ്രേറ്റ്സ് ചെയ്യിക്കും. ദെൻ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മൂവിങ് കോയിലും അപ്പോൾ വൈബ്രേറ്റ് ചെയ്യും. സോ ഇലക്ട്രിക് സിഗ്നൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ വോയിസ് കോയിൽ. വോയിസ് കോയിലിൽ ഇലക്ട്രിക് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. Next is, thick insulated copper wires are used in the primary coil of a step-up transformer and in secondary coil of a step-down transformer. What is the necessity of that? Thick insulated copper wires ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി കോയിലിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി കോയിലിൽ എന്താണ്? ഇൻസുലേറ്റഡ് തിക്ക് ഇൻസുലേറ്റഡ് കോപ്പർ വയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ നെസസിറ്റി എന്താണ്? ദ പവർ ഇൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ഈക്വൽ.
ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിലും സെക്കൻഡറിയിലും പവർ ഈക്വൽ ആയിരിക്കും. കറണ്ട് ഈസ് മോർ വേർ വോൾട്ടേജ് ഈസ് ലെസ് ബിക്കോസ് പി ഈസ് ഈക്വൽ ടു വി ഐ. കറണ്ട് കൂടുതൽ വരുന്നിടത്ത് എന്താണ്, വോൾട്ടേജ് കുറയും. എന്തുകൊണ്ടാണ്, പവർ ഈക്വൽ ആയതുകൊണ്ട് തന്നെ അല്ലേ. തിക്ക് വയേഴ്സ് ആർ നീഡഡ് ടു ഫ്ലോ മോർ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട്. In the primary of step up, in the secondary of step down, quantity of current is more. സ്റ്റെപ്പ് അപ്പിൽ പ്രൈമറിയിലും അതേപോലെ തന്നെ സ്റ്റെപ്പ് ഡൗണിൽ സെക്കൻഡറിയിലും നമുക്ക് എന്താണ്, മോർ കറണ്ട് ഫ്ലോ വേണം. അതിന് വേണ്ടിയിട്ടാണ് എന്താ നമ്മൾ തിക്കായിട്ടുള്ള കോപ്പർ വയേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിലാണ് കറണ്ട് കൂടുതൽ, സെക്കൻഡറിയിൽ കുറവുമായിരിക്കും. അതേപോലെ തന്നെ സ്റ്റെപ്പ് ഡൗണിലാവുമ്പോഴോ സെക്കൻഡറിയിലായിരിക്കും കറണ്ട് കൂടുതൽ. അപ്പോൾ ആ കറണ്ട് ഫ്ലോ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ തിക്കായിട്ടുള്ള കോപ്പർ വയേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് വിച്ച് സിറ്റുവേഷൻ കോസസ് ഷോർട്ട് സർക്യൂട്ട്. ഏത് സിറ്റുവേഷനാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നത്. When a phase and neutral comes into direct contact in a household circuit, or when two phase comes in contact, or when a phase and neutral comes into direct contact in a distribution of line. ടു ഫേസ് വയേഴ്സോ അല്ലെങ്കിൽ ഫേസ് ന്യൂട്രലും കൂടെ കോണ്ടാക്റ്റ് വരുമ്പോഴാണ് പൊതുവെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുക. വാട്ട് ഈസ് ദ റോൾ ഓഫ് എർത്തിങ് വയർ എ ഹൗസ് ഹോൾഡ് സർക്യൂട്ട്. ഹൗസ് ഹോൾഡ് സർക്യൂട്ടിൽ എർത്തിങ് വയറിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. The pin E of a 3-pin plug comes into contact with the earth line. This pin is now connected to the body of the appliances. If at all the body comes into contact with an electric connection, electricity flows the earth through the earth wire. കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടൊരു കറണ്ട് ഫ്ലോ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ എർത്ത് വയറിൽ കൂടെ എന്താണ് കറണ്ട് എക്സസ് വരുന്ന കറണ്ട് പാസ് ചെയ്ത് പോയിക്കോളും. അതുകൊണ്ട് തന്നെ നമ്മളൊരു അപ്ലയൻസസ് ആദ്യം പ്ലഗ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ആദ്യം കോണ്ടാക്റ്റ് വരുന്നത് ഈ പറഞ്ഞതുപോലെ എർത്ത് പിന്നിലേക്കായിരിക്കും. ആ അപ്ലയൻസ് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലഗ് ഔട്ട് ചെയ്യുമ്പോഴെന്താണ് ഏറ്റവും അവസാനം റിമൂവ് ആവുന്നത് ഈ എർത്ത് വയർ ആയിരിക്കും. വൈ ഡു വി സേ ദാറ്റ് മെറ്റാലിക് ഡിവൈസസ് ഷുഡ് ബി എർത്ത്. മെറ്റാലിക് ഡിവൈസസ് എർത്ത് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ചാൻസസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക് ആർ മോർ വെൻ മെറ്റാലിക് ഡിവൈസസ് ആർ യൂസ്ഡ്. When metallic devices are earthed, chances of electric shock can be prevented. കൂടുതലായിട്ടും മെറ്റാലിക് ഡിവൈസസിൽ നിന്നാണ് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത കൂടുതലല്ലേ. അതുകൊണ്ട് ഉറപ്പായിട്ടും മെറ്റാലിക് ഡിവൈസസ് എർത്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ട്രിക് ഷോക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. ആൻ ഇലക്ട്രിക് ഹീറ്റർ കാലിബ്രേറ്റഡ് 1.5 kW 230 volt is connected to a household branch circuit having 5 fuse wire and is made to work. What will be happen? Current produced the current when the device works is I is equal to P by V, that is 1500 divided by 230, that is 6.52 amperage. അപ്പോൾ തന്നെ മനസ്സിലാവും 5 ആംപിയറേജിൻ്റെ ആണ് അല്ലേ നമ്മുടെ ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂസ് ബേൺ ചെയ്യും, ഒരു ഫ്യൂസ് വയറ് മെൽറ്റായിപ്പോവും. നമുക്ക് പവറും തന്നിട്ടുണ്ട്, വോൾട്ടേജും തന്നിട്ടുണ്ട്. നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു വി ഐ എന്നുള്ള ഇക്വേഷനാണ്. സോ ഐ നമുക്ക് കണ്ടുപിടിക്കാം, അതായത് കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്നാണ് നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ 5 ആംപിയറിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഫ്യൂസ് വയറ് മെൽറ്റായി പോവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഡിവൈസസ് കണക്റ്റഡ് ഇൻ സീരീസ് ഇൻ എ ഹൗസ് ഹോൾഡ് സർക്യൂട്ട്. സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഏതൊക്കെയാണ്? ഫാൻ, സ്വിച്ച്, റെഗുലേറ്റേഴ്സ് എക്സെട്ര. ഇതൊക്കെ നമ്മൾ ഹൗസ് ഹോൾഡ് സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. വാട്ട് ക്യാൻ ബി ഡൺ ടു സേവ് ഇലക്ട്രിക്കൽ എനർജി ഇൻ സ്കൂൾസ് ആൻഡ് ഹൗസസ്. സ്കൂളിലും ഹൗസസിലും ഒക്കെ ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും? യൂസ് ഡിവൈസസ് ഓഫ് ഗുഡ് എഫിഷ്യൻസി, യൂസ് ഇലക്ട്രിസിറ്റി ഓൺലി വെൻ റിക്വയർഡ്, റെഡ്യൂസ് കുക്കിംഗ് യൂസിങ് ഇലക്ട്രിസിറ്റി, reduce the use of air conditioners and refrigerators, use LED bulbs instead of other bulbs. ഇതൊക്കെയാണ് നമുക്ക് സ്കൂളുകളിലും അതേപോലെ ഹൗസിലും ഒക്കെ ഇലക്ട്രിക്കൽ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രിക്കോഷൻസ് അല്ലെങ്കിൽ റെമഡീസ് എന്ന് പറയുന്നത്. These are the important questions in your let us assess
session. If you have any doubts in this portion, you can ask me. Thank you.